അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് എത്ര ടിഫിൻ ഉണ്ടെന്ന് നോക്കാം. ഈ ബാഗിനകത്ത് എത്ര ടിഫിൻ കൊള്ളും എന്നറിയാമല്ലോ എല്ലാവർക്കും. 1 2 3 4 ടിഫിനുണ്ട്. ഇതിൽ 3 എണ്ണം വലിയ ടിഫിനാണ്, അതുകൊണ്ടാണ് ഒരു ചെറിയ ടിഫിൻ. ചെറിയ ടിഫിനാണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ ഞാൻ അതിനകത്ത് വെക്കും. അപ്പം 5 6 ടിഫിനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം ചോറാണ്. ചോറിൻ്റെ കൂടെ അല്പം തോരൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറെടുക്കാം. പിന്നെ എന്താണ് തോരൻ? നമ്മുടെ തോരൻ പാവയ്ക്ക തോരനാണ്. ഇത് നമ്മുടെ പാടൻ്റെ ചോറ് മാറ്റി വെച്ചു. പാവയ്ക്ക തോരനകത്ത് അതുണ്ടാക്കുന്ന വളരെ എളുപ്പമാണ്. ചെറുതായിട്ട് പാവയ്ക്ക അരിഞ്ഞ് നമ്മുടെ തോരൻ്റെ എല്ലാ സാധനം കടുക് വറുത്തിട്ട് പിന്നീട് തേങ്ങ അരച്ചിട്ട് നമ്മുടെ തിരുമ്മിയിട്ട് അതൊന്ന് ഇങ്ങനെ വെതറി കൊടുത്താൽ ലാസ്റ്റിൽ നല്ല കയ്പ്പ് കുറഞ്ഞിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ദാൽ, നമ്മുടെ പരിപ്പ് കറി, നമ്മുടെ സദ്യക്കൊക്കെ കിട്ടുന്ന അതേ പരിപ്പ് കറിയാണിത്. അപ്പോൾ അത് നമുക്ക് മലയാളികൾക്ക് ഉണ്ടാക്കേണ്ട രീതി പറയേണ്ട ആവശ്യമില്ല. ഇത് പപ്പടം നമ്മുടെ എക്സ്പോർട്ട് പപ്പടമാണ്. ഉഴുന്ന് പഞ്ചാബി പപ്പടം എന്ന് പറയും. ഇതിനകത്ത് കുറച്ച് ഈ കുരുമുളകൊക്കെ അവരിട്ടിട്ടുണ്ട്, മസാല, പഞ്ചാബികളുടെ മസാല. അപ്പോൾ ഇച്ചിരി എരിയും നല്ല ഇത് നമ്മുടെ ഗാജർക്ക ഹൽവ, അതായത് ക്യാരറ്റ് ഹൽവ. അത് ലാസ്റ്റിൽ കഴിക്കാം. അപ്പോൾ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്ന റെസിപ്പി പറയുകയാണെങ്കിൽ നല്ലപോലെ പാലും നെയ്യും ഒക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കുറുക്കി അതിനകത്തേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ അണ്ടിപ്പരിപ്പ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ പായസത്തിന് എടുക്കുന്ന പോലെ. ഇതൊന്ന് കഴിച്ച് നോക്കാം. ആഹാ, നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ലോങ് വീഡിയോ ആയതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ അതിനെക്കുറിച്ച് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ? ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ 1 മിനിറ്റ് ഇടുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ആഹാ.